ആക്സിഡൻറ്റ് ആൻഡ് സേഫ്റ്റിയിലുള്ള നെക്സ്റ്റ് പോർഷൻ ഫയർ സേഫ്റ്റിയാണ്. ഫയർ തീ കൊണ്ടുണ്ടാകുന്ന അപകടം. സാധാരണഗതിയിൽ ഫയർ കൊണ്ട് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് കെമിക്കൽ ഫാക്ടറികൾ, ലബോറട്ടറികൾ, ഇൻഡസ്ട്രീസ്, എക്സ്പ്ലോസീവ് ഹാൻഡിൽ ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇവിടെയൊക്കെയാണ് ഫയർ ആക്സിഡൻറ്റ്സ് ഉണ്ടാകാറുള്ളത്. ഫയർ 5 എലമെൻറ്റ്സ്, അത് പഞ്ചഭൂതങ്ങൾ എന്ന് പറയും. 5 എലമെൻറ്റ്സ് എർത്ത്, സ്കൈ, എയർ, വാട്ടർ ആൻഡ് ഫയർ. ഈ പഞ്ചഭൂതങ്ങളിൽ ഫയർ വളരെ അപകടകാരിയാണ്. ഫയറിനെ നമുക്ക് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ഫയർ ഈസ് ആൻ എക്സോതെർമിക് കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ലിബറേറ്റ് ഹീറ്റ്, സ്മോക്ക് ആൻഡ് ലൈറ്റ്. എക്സോതെർമിക് കെമിക്കൽ റിയാക്ഷൻ 2 ടൈപ്പാണ്, എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക്. ഒരു റിയാക്ഷൻ നടക്കുമ്പം ടെമ്പറേച്ചർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻഡോതെർമിക്, ഹീറ്റ് ടെമ്പറേച്ചർ ലിബറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സോതെർമിക്. ഇത് ഫയർ ഒരു എക്സോതെർമിക് റിയാക്ഷനാണ്. ഫയറിൻ്റെ റിസൾട്ട് ഹീറ്റ്, അതായത് ചൂട്, സ്മോക്ക് ആൻഡ് ലൈറ്റ്, അത് ഫ്ലെയിം ഇല്ലാതെയും ഫയർ ഉണ്ടാകാം. ഇനി അടുത്ത് വരുന്നത് ഫയർ ട്രയാങ്കിളാണ്. ഫയർ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഒരു ഫയർ തീപിടുത്തം ഉണ്ടാകാനുള്ള സാഹചര്യം എന്തൊക്കെ വരണം? ഫയർ ട്രയാങ്കിൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഹീറ്റ്, ഫ്യൂവൽ ആൻഡ് ഓക്സിജൻ. ഇവിടെ ഹീറ്റ് എന്ന് വെച്ചാൽ ഒരു സോഴ്സ് ഓഫ് ഇഗ്നിഷൻ, അതായത് തീ കത്താനുള്ള എന്തെങ്കിലും ഒരു സോഴ്സ് വേണം. ഒന്നുകിൽ ഒരു മാച്ച് ബോക്സ്, തീപ്പെട്ടി, അല്ലെങ്കിൽ ഒരു സിഗാർ ലൈറ്റർ, അല്ലെങ്കിൽ ഒരു സ്പാർക്ക് പ്ലഗ്, ഇതുപോലെ ഏതെങ്കിലും ഒരു സോഴ്സ് ഓഫ് ഇഗ്നിഷൻ അല്ലെങ്കിൽ തീക്കൊള്ളി എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഫയർ ഉണ്ടാകുന്നുള്ളൂ. വെറുതെ ഒരു തീപ്പെട്ടി ഉള്ളതുകൊണ്ട് മാത്രം തീ ഉണ്ടാവില്ല. അത് കത്താനുള്ള എന്തെങ്കിലും ഒരു ഐറ്റംസ്, ഒരു ഫ്യൂവൽ വേണം. ഫ്യൂവൽ ഒന്നുകിൽ പേപ്പറാകാം, അല്ലെങ്കിൽ ക്ലോത്ത് ആകാം, അല്ലെങ്കിൽ വുഡാകാം, വിറക്, അതല്ലെങ്കിൽ കെറോസിൻ, പെട്രോൾ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം. ഇതെല്ലാം ഫ്യൂവലിൻ്റെ കാറ്റഗറിയിൽ വരുന്നുണ്ട്. പക്ഷേ ഇത് മാത്രം പോരാ, ഓക്സിജൻ കൂടി വേണം. ഓക്സിജൻ എവിടെ നിന്ന് കിട്ടും? അറ്റ്മോസ്ഫിയറിക് എയറിൽ നമുക്കറിയാം, അറ്റ്മോസ്ഫിയറിക് എയറിൽ 21% ഓക്സിജനാണ്. ഓൾമോസ്റ്റ് 78% നൈട്രജൻ വരുന്നുണ്ട്. ബാക്കി നൈട്രജൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതലുള്ളത് 21% ഓക്സിജനാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് എയറിൽ നിന്ന് തന്നെയാണ് ഈ ഓക്സിജൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഓർത്ത് വെക്കണം, ഫയർ ട്രയാങ്കിൾ ഇൻക്ലൂഡ് ഹീറ്റ്, ഫ്യൂവൽ ആൻഡ് ഡാഷ്. ഇതുവരെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ അത് ഓർക്കുക, ഹീറ്റ്, ഫ്യൂവൽ ആൻഡ് ഓക്സിജൻ, ഇതാണ് ഫയർ ട്രയാങ്കിൾ. ഓക്കെ. ഫയറിനെ മെയിനായിട്ട് ഒരു 5 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയർ എന്ന് പറയും. ക്ലാസ് എ ഫയർ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി ആൻഡ് ക്ലാസ് കെ. ഈ ഓരോ ക്ലാസിഫിക്കേഷനും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എ എന്ന് പറയുന്നത് എ ഫോർ ആഷ് എന്ന് പറയാൻ കാരണം, ഫയർ ഒറിജിനേറ്റിംഗ് ഫ്രം ഓർഡിനറി സോളിഡ് കമ്പസ്റ്റിബിൾ മെറ്റീരിയൽസ്. സാധാരണ സോളിഡ്, അതായത് വുഡ്, ക്ലോത്ത്, പേപ്പർ, റബ്ബർ, പ്ലാസ്റ്റിക്, ഇതുപോലുള്ള ഏതെങ്കിലും സോളിഡ് ഐറ്റംസ് കത്തിക്കഴിഞ്ഞാൽ അത് ആഷായിട്ട്, ചാരമായിട്ട് മാറുന്ന ടൈപ്പ് സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ടാകുന്ന ഫയറിനാണ് ക്ലാസ് എ ഫയർ എന്ന്. അതാണ് എ ഫോർ ആഷ് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ഫയറിന് ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഗ്രീൻ ട്രയാങ്കിളാണ് ഇതിൻ്റെ സിമ്പിൾ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ക്ലാസ് ബി ഫയറാണ്. ഇവിടെ ബി എന്ന് പറയുന്നത് ബി ഫോർ ബാരൽ എന്ന് പറയും. ബി ഫോർ ബാരൽ എന്ന് പറയാൻ കാരണം, ഫയർ ഒറിജിനേറ്റിംഗ് ഫ്രം ലിക്വിഡ്സ്, ഇൻഫ്ലേമബിൾ ലിക്വിഡ്സ് ലൈക്ക് പെട്രോള്, സോൾവെൻറ്റ്, കെറോസിൻ, ഗ്യാസോലിൻ, ഇതേപോലുള്ള ടൈപ്പ് ഫയറിനെയാണ് ക്ലാസ് ബി ഫയർ എന്ന് പറയുന്നത്. ഇതിൽ ഇതുപോലുള്ള ലിക്വിഡ്സ് എല്ലാം തന്നെ ബാരലിലാണല്ലോ ഫില്ല് ചെയ്തുകൊണ്ട് വരുന്നത്.
അതാണ് ഈ ക്ലാസിഫിക്കേഷനിൽ ഇതിന് ബി ഫോർ ബാരൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ സി ഫയർ ആണ്. സി ഫോർ കറണ്ട്. ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഫയറിനാണ് ക്ലാസ് ബി ഫയർ. ഈ ക്ലാസ് ബി ഫയർ ഒക്കെ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ സിസ്റ്റംസ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ എനർജൈസ്ഡ് സർക്യൂട്ട്. ഫയർ ഒറിജിനേറ്റിംഗ് ഫ്രം എനർജൈസ്ഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ആണ് ക്ലാസ് സി. അപ്പോൾ സി ഫോർ കറണ്ട്, വെരി സിമ്പിൾ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ക്ലാസ് ഡി ഫയർ. അതിൽ ഡി ഫോർ ഡൈനാമിറ്റ്. ഡൈനാമിറ്റ് എന്ന് പറയാൻ കാരണം ഇത് കമ്പസ്റ്റബിൾ മെറ്റൽസ് ആണ്. അതായത് മഗ്നീഷ്യം, ടൈറ്റാനിയം, മഗ്നീഷ്യം, സോഡിയം തുടങ്ങിയ മെറ്റൽസ് മാനുഫാക്ചർ ചെയ്യുന്ന ഇൻഡസ്ട്രിയിലാണ്. ഇത് വളരെ സാധാരണ ഇതിൽ റയർ ആയിട്ടുള്ള ഒരു ഫയറാണ്. ഇതിനാണ് ഡൈനാമിറ്റ്, ഡി ഫോർ ഡൈനാമിറ്റ്, ഡി ടൈപ്പ് ഫയർ എന്ന് പറയുന്നത്. ഫയർ ഒറിജിനേറ്റിംഗ് ഫ്രം കമ്പസ്റ്റബിൾ മെറ്റൽസ്. നെക്സ്റ്റ് ഈസ് കെ ഫയർ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കണം. എ ബി സി ഡി കഴിഞ്ഞിട്ട് അടുത്തത് ഇ അല്ല, അടുത്തത് കെ ടൈപ്പ് ഫയറാണ്. കെ ഫോർ കിച്ചൺ. അപ്പോൾ കിച്ചൺ എന്ന് പറയുമ്പോൾ സാധാരണ ഇതിൽ നമ്മുടെ അടുക്കളയിൽ വലിയൊരു ഫയറൊന്നും ഒക്കെ ചെയ്യണമെന്നില്ല. വലിയ ലാർജ് കിച്ചൺസ്, 1000 ആൾക്ക് 5000 ആളുകൾക്ക് എല്ലാം ഭക്ഷണം ഉണ്ടാക്കുന്ന ടൈപ്പ് കിച്ചൺ, അല്ലെങ്കിൽ വലിയ ബേക്കറി പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ, ഡീപ്പ് ഫ്രയേഴ്സ് എന്ന് പറയും. വെജിറ്റബിൾ ഓയിൽസ്, ആനിമൽ ഫാറ്റ്സ്, ഇതെല്ലാം വളരെ ബൾക്കായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചിലപ്പം ഫയർ ഉണ്ടാകും. ഈ ടൈപ്പ് ഫയറിനെയാണ് കിച്ചൺ ഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിച്ചൺ ഫയറിനാകുമ്പോൾ ഇതിൽ ഡീപ്പ് ഫ്രയറിനകത്തൊക്കെ കുക്കിംഗ് ഓയിൽസ് എല്ലാം ചിലപ്പോൾ നിറച്ച് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് കിച്ചൺ ഫയർ ഒക്കെ ചെയ്യാനുള്ള ചാൻസ് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഈസ് സിമ്പിൾ ഫോർ ഫയർ എക്സ്റ്റിങ്ക്വിഷർ. ശരിക്കും ഫയറിനല്ല സിമ്പിൾ വരുന്നത്, അത് ശ്രദ്ധിക്കണം. ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്ന വാക്ക് സാധാരണഗതിയിൽ ഫയർ ഫൈറ്റിങ്ങിനെയാണ് ഫയർ എക്സ്റ്റിങ്ക്വിഷിങ്. ഈ എക്സ്റ്റിങ്ക്വിഷ് എന്നുള്ള വാക്ക് നമ്മൾ നിത്യജീവിതത്തിൽ സാധാരണ ഉപയോഗിക്കാത്തൊരു വാക്കാണ്. ടു പുട്ട് ഔട്ട് ഫയർ, തീ കെടുത്തുന്നതിന് പുട്ട് ഔട്ട് ഫയർ എന്നാണ് പറയുക. പുട്ട് ഔട്ട് ഫയർ. ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഈ സിലിണ്ട്രിക്കൽ ടൈപ്പ് ഒരു പ്രഷർ വെസൽസാണ്. നമ്മൾ കാണാറുണ്ട് ഫയർ എക്സ്റ്റിങ്ക്വിഷർ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ബിൽഡിങ്സിലുണ്ടാവും, ഫാക്ടറികളിലുണ്ടാവും, സിനിമാ തിയേറ്ററിലുണ്ടാവും, ഹാളുകളിലുണ്ടാവും, നിങ്ങളുടെ ഐ.ടികളിലുണ്ടാവും. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ കമ്പൽസറിയാണ് ഏതെങ്കിലും ടൈപ്പുള്ള ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് വേണം. ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷറിന് മുകളിലാണ് ഈ സിമ്പിൾസ് ഉണ്ടാവും. അപ്പോൾ ക്ലാസ് എ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആണെങ്കിൽ ഒരു ഗ്രീൻ ട്രയാങ്കിൾ കാണാൻ പറ്റും. ഗ്രീൻ ട്രയാങ്കിൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ളിലൊരു എ എന്ന് കാണാം. അത് ക്ലാസ് എ ടൈപ്പ് ഫയറിനുള്ള എക്സ്റ്റിങ്ക്വിഷറാണെന്ന് മനസ്സിലാക്കണം. പിന്നെ ബി ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആണെങ്കിൽ അതിന് ഒരു റെഡ് സ്ക്വയർ, ഒരു ചുവന്ന നിറത്തിലൊരു സ്ക്വയറാണ് ഉണ്ടാവുക. സി ടൈപ്പ് ആണെങ്കിൽ ഒരു സി ഫോർ സർക്കിൾ, ബ്ലൂ സർക്കിൾ, നീല കളറുള്ള ഒരു സർക്കിളാണ്. അതാണ് ക്ലാസ് സി ഫയർ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ സിമ്പിൾ. നെക്സ്റ്റ് വരുന്നത് ക്ലാസ് ഡി ഫയർ എക്സ്റ്റിങ്ക്വിഷർ. അത് യെല്ലോ ഡെക്കാഗൺ എന്ന് വെച്ചാൽ 10 മുഖങ്ങൾ, ദശമുഖം എന്ന് പറയും. 10 മുഖങ്ങളിലൊരു ഇതാണ്, ഒരു ബഹുമുഖമാണ്, ഒരു പോളിഗണാണ് ഡെക്കാഗൺ. അതാണ് അതിൻ്റെ സിമ്പിൾ. ക്ലാസ് സി ക്ലാസ് കെ കിച്ചൺ ഫയറിൻ്റെ സിമ്പിൾ ബ്ലാക്ക് ഹെക്സാഗൺ, 6 മുഖമുള്ള ഷഡ്ഭുജം, ഹെക്സാഗൺ. അതാണ് ഫയർ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ സിമ്പിൾ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ നോക്കാം, ആ സിമ്പിൾസ് കാണുന്നുണ്ട്. ക്ലാസ് എ ഫയറിൻ്റെ റെഡ് ട്രയാങ്കിൾ, അതിനുള്ളൊരു കാണുന്നില്ല. ഗ്രീൻ ട്രയാങ്കിളിനകത്തൊരു എ കണ്ടില്ലേ, എ ഫോർ ആഷ്. പിന്നെ റെഡ് സ്ക്വയർ, അതിനകത്തൊരു ബി, അത് ബി ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ്. അതിൽ അതേപോലെ തന്നെ സി ടൈപ്പിൽ ഒരു ബ്ലൂ സർക്കിളാണ്. ഡി ടൈപ്പിന് വന്നിട്ടുള്ളത് ഒരു യെല്ലോ ഡെക്കാഗൺ. കെയിൽ ബ്ലാക്ക് ഹെക്സാഗൺ കാണുന്നില്ലേ. അതിൽ ഓരോന്നിൻ്റെയും ഫയറിൻ്റെ ഒരു ചെറിയ സിമ്പിൾസ് കാണുന്നുണ്ട്. ഒന്നാമത്തേൽ എയിൽ നോക്കുക, ഓർഡിനറി കമ്പസ്റ്റബിൾസ്. അത് ഫയർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഓർഡിനറി കമ്പസ്റ്റബിൾ മെറ്റീരിയൽസ് ആണ്. സാധാരണ രീതിയിൽ പേപ്പർ, ക്ലോത്ത്, ടെക്സ്റ്റൈൽസ്, വുഡ്, പ്ലാസ്റ്റിക്, റബ്ബർ. വുഡ്, പേപ്പർ, ക്ലോത്ത് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. നെക്സ്റ്റ് വരുന്നത് ഫ്ലേമബിൾ, ബി ഫോർ ബാരൽ. ഫ്ലേമബിൾ, അതൊരു ബാരലിൻ്റെ സിമ്പിളുണ്ട്. അത് ഗ്രീസ്, ഓയിൽ, പെയിൻറ്റ്, സോൾവൻസ് എല്ലാം കാണാം. സി ടൈപ്പ് ഇലക്ട്രിക്കൽ ഫയറാണ്, ലൈവ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. അതിൽ ഇലക്ട്രിക്കൽ പാനൽ, മോട്ടോർ, വയറിംഗ് എക്സെട്ര. ഡി ടൈപ്പിൽ കമ്പസ്റ്റബിൾ മെറ്റൽസ്, അത് കാണിച്ചിട്ടുണ്ട്. മഗ്നീഷ്യം, അലുമിനിയം കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ ടിന്ന്, സോഡിയം എല്ലാം വരുന്നുണ്ട്.
കെ ടൈപ്പിൽ കമേഴ്ഷ്യൽ കുക്കിംഗ് എക്യുപ്മെൻറ്റ്, കെ ഫയർ, കുക്കിംഗ് ഓയിൽസ്, ആനിമൽ ഫാറ്റ്സ്, വെജിറ്റബിൾ ഓയിൽസ്. ദാറ്റ് ഈസ് ക്ലിയർ. അടുത്തത് ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് ഏജൻറ്റ്സ് ആണ്. ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് ഏജൻറ്റ്സ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇത് ഓരോ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സും ഓരോ ടൈപ്പ് ഫയറിനെയും തീ കെടുത്തുന്നത്, അതിലുള്ള ഏജൻറ്റ്സ് ആണ്. ഫയർ എക്സ്റ്റിങ്ക്വിഷ് ഏജൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷറിൽ 2 ടൈപ്പാണ് വരുന്നത്. സ്റ്റോർഡ് പ്രഷർ എക്സ്റ്റിങ്ക്വിഷർ ആൻഡ് കാർട്രിഡ്ജ് ഓപ്പറേറ്റർ എക്സ്റ്റിങ്ക്വിഷർ. ഇത് 2 ടൈപ്പ് ഉണ്ട്. അതിൽ തന്നെ ഓരോ ടൈപ്പ് ഫയറിനും ഓരോ ടൈപ്പ് ഏജൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ക്ലാസ് എ ഫയർ ആണെങ്കിൽ വാട്ടർ, അവിടെ ബ്രാക്കറ്റിൽ കാണാം 1 USG ഈസ് ഈക്വൽ ടു 3.8 L, 3.8 ലിറ്റേഴ്സ്. അത് സാധാരണഗതിയിൽ ക്ലാസ് എ ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷറിൽ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷറിനകത്ത് 2.5 ഗാലൺ പ്രഷറൈസ്ഡ് വാട്ടർ ഉണ്ടാവും. 2.5 ഗാലൺ എന്ന് പറയുമ്പം 1 ഗാലൺ ഈസ് ഈക്വൽ ടു 3.85 ലിറ്റേഴ്സ് ആണ്. അപ്പോൾ 2.5 ഗാലൺ വിൽ ബി ഓൾമോസ്റ്റ് 9.46 ലിറ്റേഴ്സ് ഓഫ് പ്രഷറൈസ്ഡ് വാട്ടറാണ് ക്ലാസ് എ ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷറിനകത്ത് ഉണ്ടാവുക. പിന്നെ അത് നമ്പർ 2 എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ 2 ഗാലൺ ഇതിനേക്കാളും മുകളിലുണ്ടാവും. യൂഷ്വലി 2.5 ഗാലണാണ് ഏറ്റവും മിനിമമായിട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് ബി. ക്ലാസ് ബിയിൽ ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ നമ്മുടെ എരുതിയിൽ എണ്ണ ഒഴിക്കരുത് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പം ഓയിൽ ടൈപ്പ് ഫയർ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനകത്ത് വെള്ളം കൊണ്ടുപോയി ഒഴിച്ചുകൊണ്ട് കാര്യമില്ല. പെട്രോളിയം പ്രോഡക്ട്സും മണ്ണെണ്ണയും ഒക്കെ കത്തുമ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് തീ കെടുത്താൻ കഴിയില്ല. അതിന് ഡ്രൈ കെമിക്കൽ പൗഡറാണ് ഉപയോഗിക്കുന്നത്. അത് പൗഡറിൻ്റെ ക്വാണ്ടിറ്റിയാണ് ആ ബ്രാക്കറ്റിൽ 8 LBs എന്ന് കാണിച്ചില്ലേ. അത് ഒരു LB എന്ന് പറഞ്ഞാൽ പൗണ്ടാണ്. ഒരു പൗണ്ട് ഈസ് 453.6 ഗ്രാമാണ് ഒരു പൗണ്ട്. അപ്പോൾ മിനിമം 8 പൗണ്ട് ഉണ്ടാവും. 8 പൗണ്ട് എന്ന് പറയുമ്പോൾ 2.72 കിലോഗ്രാംസ് മിനിമം ക്വാണ്ടിറ്റി ഉണ്ടാവും ക്ലാസ് ബി ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷറിൽ. അത്രയും ഡ്രൈ കെമിക്കൽ പൗഡറാണ് അതിനകത്തുണ്ടാവും. പിന്നെ നെക്സ്റ്റ് ഈസ് ക്ലാസ് സി. ക്ലാസ് സിയിൽ കാർബൺ ഡൈ ഓക്സൈഡാണ് അതിനുപയോഗിക്കുന്ന ഫയർ എക്സ്റ്റിങ്ക്വിഷറിംഗ് മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഇലക്ട്രിക്കൽ ഫയറാണ്. ഇലക്ട്രിക്കൽ ഫയർ നമുക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പൗഡർ ഉപയോഗിച്ചുകൊണ്ടോ കെടുത്താൻ കഴിയില്ല. ഒന്നുകിൽ കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ ഹാലൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹാലൺ ഇത് വളരെ എക്സ്പെൻസീവാണ്. മാത്രമല്ല അതിലൊരു റീസെൻ്റ്ലി ഓസോൺ ലെയർ ഡിപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഹാലൺ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഹാലൺസ് യൂസ് ചെയ്യുന്നില്ല. കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് ഇപ്പോഴും ക്ലാസ് സി ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷറിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ക്ലാസ് ഡി. ക്ലാസ് ഡി നമുക്കറിയാം ഡൈനാമിക് ആണ്, മെറ്റൽ ഇൻഡസ്ട്രീസിൽ ഉണ്ടാകുന്ന ഫയറാണ്. അതിന് തീ കെടുത്താൻ യൂസ് ചെയ്യുന്നത് ഒരു തരം ഡ്രൈ കെമിക്കൽ പൗഡർ തന്നെയാണ്. അത് പക്ഷേ ക്ലാസ് ബിയിൽ ഉപയോഗിക്കുന്നതല്ല, വേറെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ പൗഡറാണ്. അപ്പോൾ അതിന് ഡീറ്റെയിൽസ് ഇത് നമുക്ക് പോകേണ്ടതില്ല. നെക്സ്റ്റ് വരുന്നത് ക്ലാസ് ഇ, വെറ്റ് കെമിക്കൽ ഏജൻറ്റ്. അത് പിന്നെ ക്ലാസ് കെ ആണത്. കിച്ചൺ ടൈപ്പ് ഫയർ കറക്റ്റ് ചെയ്ത് വായിക്കണം. ക്ലാസ് കെ ആണ്. കിച്ചൺ ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷറിൽ ഒരു വെറ്റ് കെമിക്കൽ ഏജൻറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയും ആണ് ക്ലാസ് ഫയർ ഫൈറ്റിംഗ് എക്സ്റ്റിങ്ക്വിഷേഴ്സിൻ്റെ ഏജൻറ്റ്സ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ചിത്രത്തിൽ നമുക്ക് നോക്കാം. അതിൽ ഓരോന്ന് കാണുമ്പോൾ ഫോം എന്നുണ്ടല്ലേ. അപ്പോൾ അത് ഫോം യൂസ് ചെയ്യുന്നത് അതൊരു പിന്നെ വെറ്റ് കെമിക്കലാണ് കേട്ടോ. ഫോം യൂസ് ചെയ്യുന്നത് വെറ്റ് കെമിക്കൽ എന്ന് പറഞ്ഞാൽ ഫോമാണ്. അത് കിച്ചൺ ഫയറിനാണ് അത് യൂസ് ചെയ്യുന്നത്. ഫോം എന്നുണ്ടല്ലേ. പിന്നെ വെറ്റ് കെമിക്കലും വെറ്റ് ഫോമും ഡിഫറൻ്റ് ആണ്. പിന്നെ വാട്ടർ, പൗഡർ, ഓരോ ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷറിനും അതിങ്ങനെ നോട്ടിഫിക്കേഷൻ അതിൻ്റെ പുറത്തിങ്ങനെ കാണാൻ പറ്റും. അത് കുറച്ചും കൂടി പരിശീലനം ആവശ്യമാണ്. സാധാരണ നമ്മളൊരു തീ എന്ന് വരുമ്പോഴത്തേക്കും ഫയർ എക്സ്റ്റിങ്ക്വിഷർ എടുത്ത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. അത് ആ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് മിതമായ രീതിയിലൊരു പരിശീലനം കൊടുത്തിട്ടുണ്ടാവും. ഒന്നുകിൽ ഫയർ ആൻഡ് റെസ്ക്യൂ എന്നാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്. പലപ്പോഴും നമ്മൾ ഫയർഫോഴ്സ് എന്നാണ് പറയാറുള്ളത്. അഗ്നിശമന സേനയ്ക്ക് പണ്ട് ഇതിൻ്റെ പേര് ഫയർഫോഴ്സ് എന്നായിരുന്നു. പക്ഷേ ഇപ്പോഴും അതിൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്നാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്. ഈ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ ആളുകൾ നമുക്ക് വന്നിട്ട് അതിൻ്റെ പരിശീലനങ്ങൾ, അതിൻ്റെ കൺസേൺ ആയിട്ടുള്ള ആൾക്കാർക്ക് മതിയായ രീതിയിലുള്ള പരിശീലനങ്ങൾ തരും. ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷർ പലപ്പോഴും നേരത്തെയൊക്കെ ആണെങ്കിൽ ഒരു ബിൽഡിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ അവിടെ കൊണ്ടുപോകും. പിന്നീട് ഒരു കൊല്ലം 2 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞാൽ ആ ഫയർ എക്സ്റ്റിങ്ക്വിഷർ അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. അത് കാരണം അതിൻ്റെ കെമിക്കലിൻ്റെ ആക്ഷനെല്ലാം പോയി കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അത് സാധാരണ ഇതിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസറോ അല്ലെങ്കിൽ അതിൻ്റെ ഏജൻറ്റുമാർ വന്നിട്ട് അത് ചെക്ക് ചെയ്തിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് അത് മോഡിഫൈ ചെയ്ത് കൂടുതൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്ത് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് റീപ്ലേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് നമ്മൾ അവഗണിക്കാൻ പോകേണ്ട ഒരു ഏരിയ അല്ല. ഇനി വരുന്നത് ഫയർ ഫൈറ്റിംഗ് മെത്തേഡ്സ് ആണ്. ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് മെത്തേഡ്സ്
അഥവാ പുട്ടിംഗ് ഔട്ട് ഫയർ എന്ന് പറയും. തീ കെടുത്തുന്നതിനാണ് പുട്ട് ഔട്ട് എന്ന് പറയും കേട്ടോ. പുട്ട് ഔട്ട് ഫയർ ഓർ ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ്. ഇത് 3 ടൈപ്പാണ്. അതിൽ ഫസ്റ്റ് ടൈപ്പ് സ്റ്റാർവേഷൻ ഓർ ബ്ലാങ്കറ്റിംഗ്. അത് രണ്ടും ഒരേ വാക്ക് തന്നെയാണ്. സ്റ്റാർവേഷൻ, എലിമിനേഷൻ ഓഫ് ഫ്യൂവൽ. നമുക്കറിയാം ഫയർ ട്രയാങ്കിളിനകത്ത് ഫ്യൂവലുണ്ട്, ഓക്സിജനുണ്ട്, ഹീറ്റുണ്ട്. ഇതിൽ ഫ്യൂവൽ കട്ട് ചെയ്യുന്നതിനാണ് സ്റ്റാർവേഷൻ എന്ന് പറയുക. സ്റ്റാർവേഷൻ എന്നുള്ള വാക്ക് പട്ടിണി കിടുക എന്നാണല്ലോ അല്ലേ. പിന്നെ ബ്ലാങ്കറ്റ് എന്ന് വെച്ചാൽ പതിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർവേഷൻ ഓർ ബ്ലാങ്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫ്യൂവലിനെ നമ്മൾ ലിമിറ്റ് ചെയ്തതാണ്. കത്താനുള്ള ഇപ്പോൾ ഒരു തീപിടുത്തുണ്ടാകുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കുറച്ചൊരു വിറക് കൂമ്പാരത്തിന് തീപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിയുന്നത് ആ വിറകുകളങ്ങ് കുറച്ച് കഴിയുന്നത് ഫയറിൽ നിന്ന് മാറ്റിക്കളയും. അപ്പം അത്രയും കത്തിത്തീരുന്നതോടുകൂടി അതങ്ങ്. അല്ലെങ്കിൽ തുണിക്കടകളൊക്കെ തീപിടിക്കുമ്പോൾ ബാക്കിയുള്ള തുണി കത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിനാണ് എലിമിനേഷൻ എന്ന് പറയുന്നത്. എലിമിനേഷൻ ഓഫ് ഫ്യൂവൽ എന്ന് പറയും. അപ്പോൾ ഇത് ഓർത്ത് വെക്കണം. ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എലിമിനേഷൻ ഓഫ് ഫ്യൂവൽ മീൻസ് ഡാഷ്. അപ്പോൾ ഒന്നുകിൽ സ്റ്റാർവേഷൻ എന്ന ആൻസർ വരാം, അല്ലെങ്കിൽ ബ്ലാങ്കറ്റിംഗ് എന്ന ആൻസർ വരാം, അല്ലെങ്കിൽ ബ്ലാങ്കറ്റിംഗ് മീൻസ് ഡാഷ്. ഈ 2 തരത്തിലും ചോദ്യം വരാം. പിന്നെ വേറൊരു വാക്കാണ് സ്മോദറിങ്. സ്മോദറിങ് ഈസ് ലിമിറ്റേഷൻ ഓഫ് ഓക്സിജൻ. അപ്പം ഓക്സിജൻ കട്ട് ചെയ്യുന്നതിനാണ് സ്മോദറിങ് എന്ന് പറയുന്നത്. ഇത് വേറൊരു ടൈപ്പാണ്. അപ്പോൾ ഓരോ ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷറിനും ഈ 3-ൽ ഏതെങ്കിലും ഒരു ടൈപ്പ് മെത്തേഡ് ഓഫ് ഫയർ എക്സ്റ്റിങ്ക്വിഷൻ മെത്തേഡ്സാണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. 3ാമത്തെ ടൈപ്പാണ് കൂളിംഗ്. നമുക്ക് കൂളിംഗ് എന്ന് പറഞ്ഞ് വാക്ക് കേട്ടാൽ തന്നെ അറിയാം. കൂളിംഗ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹീറ്റ് അല്ലേ. ഹീറ്റിങ്ങിൻ്റെ ഓപ്പോസിറ്റാണ് കൂളിംഗ് അല്ലേ. അപ്പം അത് വെള്ളം. ഫസ്റ്റ് എ ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് യൂസ് ചെയ്യുന്നത് കൂളിംഗ് ആ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. റിമൂവൽ ഓഫ് ഹീറ്റ്. ഇത് 3 ടൈപ്പാണ്. അപ്പോൾ നമ്മൾ 3 പ്രത്യേകം ഓർക്ക് വെക്കണം. സ്റ്റാർവേഷൻ മീൻസ് elimination of fuel, or blanketing means elimination of fuel, smothering means limitation of oxygen, and cooling means removal of heat. അപ്പം ഫയർ ഫൈറ്റിങ്ങിനെ കുറിച്ച് ബ്രീഫായിട്ട് ഇത്ര തന്നെ പറയാനുണ്ട് ഉള്ളൂ. അപ്പോൾ ഇത് ഓക്കെ. താങ്ക് യു.